നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും തൃക്കാർത്തികയും കൂടി വരുമ്പോൾ മഹാലക്ഷ്മിയുടെയും ദുർഗയുടെയും ഭദ്രയുടെയും കാർത്തികേയന്റെയും ദിവസമാണ്. ചോറ്റാനിക്കരയിൽ, കുമാരനെല്ലൂർ, ചക്കുളത്ത് തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിലെല്ലാം ദേവി, പ്രത്യേകിച്ചും ദുർഗാദേവി ക്ഷേത്രങ്ങളിലും മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലും കാർത്തികേയ ക്ഷേത്രങ്ങളിലും എല്ലാം ദീപം തെളിക്കുക. അത് വരിയും നിരയുമായി ദീപം തെളിക്കുക, സന്ധ്യാദീപം തെളിക്കുക. അതായത് ഒരു 5:30 മണി മുതൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും കാർത്തിക നാളിൽ അഖണ്ഡ നാമജപം മുടങ്ങാതെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മ തന്നാശ്രയം, ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ല, കന്മഷനാശിനി കാരുണ്യശാലിനി, നിർമ്മല രൂപിണി കൈതൊഴുന്നേ. ഇങ്ങനെ നിരവധി കീർത്തനങ്ങളും അമ്മേ നാരായണ ജപവുമായി ചോറ്റാനിക്കരയിൽ ഇന്ന് മുഴുവൻ, തൃക്കാർത്തിക നാളിൽ മുഴുവൻ അഖണ്ഡ നാമമാണ്. ഇങ്ങനെ നാമം ജപിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് ദീപാലങ്കാരങ്ങളോടുകൂടി അമ്മയെ സ്തുതിക്കുമ്പോൾ അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരും. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓരോ വിളക്ക് തെളിക്കുമ്പോഴും അമ്മയെ നാരായണ ജപിച്ചുകൊണ്ട് ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. കാർത്തികേയന് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രനാണ് കാർത്തികേയൻ, ആണ്ടവൻ മുരുകൻ. വേലായുധ സ്വാമിക്കും ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. നക്ഷത്ര രൂപത്തിലോ ശൂലത്തിന്റെ രൂപത്തിലോ വേലിന്റെ രൂപത്തിലോ വരിയും നിരയുമായോ ഒരു 5:30 മണി മുതൽ തൃക്കാർത്തിക ദീപം തെളിക്കൂ. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത, എല്ലാ കാർത്തിക നാളിലും പണമിടപാടുകൾ നടത്താൻ പാടില്ല. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയോ ചെക്കോ ഒക്കെ കൊടുക്കാം. പക്ഷെ കാർത്തിക നാളിൽ പണം കൊടുക്കുന്നതും വാങ്ങുന്നതും 2 കൂട്ടർക്കും ദോഷം ചെയ്യും. 6 നക്ഷത്രങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ദോഷം വരുന്നത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ പണം കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്താൽ കടം വാങ്ങുന്നവരും കടം കൊടുക്കുന്നവരും നശിച്ചു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും പുണ്യമായ ഈ ദിവസം കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ അമ്മ തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി എല്ലാ സൗഭാഗ്യത്തോടെയും മഹാലക്ഷ്മിയായി, ദുർഗയായി, ഭദ്രയായി, ത്രിപുര സുന്ദരീ ഭാവത്തിൽ കാർത്തികേയ സമേതനായി വന്നിരുന്ന അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ഓം ശ്രീ നമ, ഓം ശ്രീ നമ എന്ന് പ്രാർത്ഥിക്കാം. ദീപമൊക്കെ തെളിച്ചതിന് ശേഷം വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു ചെറിയ പൂജ, വെള്ളിയാഴ്ചയല്ലേ, അമ്മയ്ക്ക് ഒരു കുറച്ച് 108 ഇലയ്ക്ക് എടുത്തുകൊണ്ട് ഓം ശ്രീ നമ, ഓം ശ്രീ നമ, ഓം ശ്രീ നമ എന്ന് എല്ലാവരും കൂടി ചേർന്നിരുന്നുകൊണ്ട് ഓം ശ്രീ നമ 108 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം 183 ശ്ലോകങ്ങളാണ്. ആ അമ്മയുടെ 183 ശ്ലോകങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാം. അല്ലെങ്കിൽ സഹസ്രനാമങ്ങള് ഓം ശ്രീ മാത്രേ നമ എന്നുള്ള 1000 നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാം. ഏതാണെങ്കിലും ലക്ഷ്മി അഷ്ടോത്തരം ചെല്ലാം, കനകധാര ജപിക്കാം, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി അർച്ചന ചെയ്യാം. രാത്രി 8 മണിക്കുള്ളിൽ ഒരു ലളിതാംബികാ ദേവിയെ, മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒരു അർച്ചന ചെയ്യുന്നതും അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച് സമസ്ത ദേവതകളുടെയും അനുഗ്രഹത്തിനായി ഒരു പൂജ ചെയ്തതിന് ശേഷം ഒരു നെയ്ദീപം തെളിച്ചുകൊണ്ട് ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങിയ ഒരു കഷണം നിവേദ്യമായി വച്ചുകൊണ്ട് രാത്രി 8 മണിക്ക് ശേഷം ഇന്ന് തൃക്കാർത്തികയും വെള്ളിയാഴ്ചയുമായതുകൊണ്ട് വാരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലക്കച്ചവടം നടക്കാത്തവരുടെ എല്ലാം സ്ഥലക്കച്ചവടം അമ്മ നടത്തിത്തരും.
സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെല്ലാം അമ്മ സാമ്പത്തികമായ അനുഗ്രഹം തരും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയെ വിളിക്കൂ, പ്രാർത്ഥിക്കൂ, അമ്മയുടെ പേര് ചൊല്ലി അർച്ചന ചെയ്യൂ. ഒരു നെയ്ദീപം തെളിച്ച് ഒരു മാതള നാരങ്ങ, ഒരു മധുരക്കിഴങ്ങ്, ഒരു പയറ് പുഴുങ്ങിയതോ വെച്ചുകൊണ്ട് വാരാഹി ദേവിയെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള വജ്രകോശം വാരാഹി ദേവിയെ നമ എന്ന് പ്രാർത്ഥിക്കാം. മഹാലക്ഷ്മിക്ക് ഓം ശ്രീ നമ, ഓം മഹാലക്ഷ്മിയെ നമ എന്ന് വിളിക്കാം. ദുർഗാദേവിയെ ദുർഗാദേവി ശരണമഹം പ്രപദ്യ എന്ന് വിളിക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ത്രിപുരസുന്ദരി ഭാവത്തിലിരിക്കുന്ന മൂകാംബികാ ദേവിയെ അമ്മേ മൂകാംബികേ, ദേവി മൂകാംബികേ, ലക്ഷ്മി മൂകാംബികേ, ഭദ്രേ മൂകാംബികേ. അമ്മ തന്നാശ്രയം, ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ല. ഇങ്ങനെ ഒരു കീർത്തനം ചൊല്ലി, ഒരു പ്രാർത്ഥന ചൊല്ലി അമ്മയെ സ്തുതിക്കുമ്പോൾ മാതൃവത്സലയായ അമ്മ നമ്മളിൽ തീർച്ചയായും കരുണ ചൊരിയും. ആ കരുണയിൽ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം അമ്മയ്ക്കൊരു ഇഷ്ടമുള്ള ഒരു പായസം വച്ചിട്ടോ ഒരു നിവേദ്യം വച്ചിട്ടോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. വാരാഹി ദേവിയെയും പ്രാർത്ഥിക്കൂ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹവും കാർത്തിക ദീപം തെളിച്ച് ഒരു പൂജ ചെയ്ത് പ്രാർത്ഥിക്കൂ. അമ്മ നമ്മളോടൊപ്പമുണ്ട്, അമ്മയുടെ അനുഗ്രഹവും നമ്മളോടൊപ്പമുണ്ട്. ഇനിയൊരു കാർത്തിക നാൾ വരുന്നത് വരെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. 2024 അവസാനത്തെ തൃക്കാർത്തികയാണ്. എല്ലാവരും സന്തോഷമായി ഈ ദിവസം കൊണ്ടാടൂ. അമ്മയുടെ അനുഗ്രഹത്തിന് പ്രാപ്തരാകൂ. നന്ദി, നമസ്കാരം.